ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു പൊരിച്ചപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ പൊരിച്ചപ്പത്തിരി എത്ര ചൂടാറിയാലും അതിൻ്റെ ക്രിസ്പിനെസ്സും അതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അത്രയും നല്ലൊരു പത്തിരി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് കൂട്ടുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് 2 കയ്യിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ കയ്യിലിന് 1 കയ്യിൽ മൈദയും അതുപോലെ തന്നെ 1 കയ്യിൽ റവയും. അങ്ങനെ ഈ 3 പൊടി ഇതേ അളവിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി നമ്മളെ പത്തിരി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഈ പൊടികൾ 3 നമ്മൾ അടഞ്ഞിട്ടതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ച് പിന്നെ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകം കറിവേപ്പിനയിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിന് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച 3 പൊടികളും ഇതിലേക്ക് ഇട്ടിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടണ മാതിരി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. ഇനി ആ പൊടിയിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ വീട്ടിൽ എള്ളുണ്ടെങ്കിൽ എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകമോ അല്ലെങ്കിൽ സാധാരണ ചെറിയ ജീരകമല്ലേ അതാണെങ്കിൽ കുഴപ്പമില്ല. അതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂട്ടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക, നല്ല മയത്തിൽ. അപ്പോൾ നമ്മൾ നല്ല മയത്തിൽ പൊടി കുഴച്ചാലേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൽ അതേപോലെ വൃത്തിയും അതേപോലെ ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണ് ഇട്ട് പരത്തുന്നത് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ മാക്സിമം കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് കനം കുറക്കണം. അതിനങ്ങനെ അമർത്തി കനം കുറക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് ഒരു പത്തിരിക്കോല് വെച്ച് നല്ലൊന്ന് പരത്തി കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ പരത്തുന്ന ആ ഒരു പത്തിരിപ്പലകൊക്കെ അനുസരിച്ച് ഞാൻ അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര കട്ടിയും അതുപോലെ തന്നെ ഒക്കെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നല്ല പറ്റ കട്ടി കുറക്കരുത്, അത്യാവശ്യം കുറച്ച് കട്ടി വേണം നമ്മൾ പൊരിച്ച പത്തിരിക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ വട്ടത്തിലുള്ള മൂടിയോ അല്ലെങ്കിൽ ടിഫിൻ്റെ മൂടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുത്തിക്കണേ. ഇനി നമുക്ക് എല്ലാവരും വട്ടത്തിൽ മുറിച്ചെടുക്കുക. ബാക്കിയുള്ള പൊടി പിന്നെയും പരത്തുക, പിന്നെയും മുറിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ എത്രയാണ് പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ അത് ഫുള്ളായിട്ടൊന്ന് മുറിച്ചെടുക്കണേ. ഇനി നമ്മൾ എണ്ണ ചൂടാവാനും വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നിക്കണേ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പത്തിരി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ പറ്റ അങ്ങോട്ട് കുറക്കുക. എന്നിട്ട് ആ പറ്റ കുറച്ച തീയിൽ വേണം നമുക്ക് തിരിച്ചു മറിച്ചിട്ടുകാണ്ട് നമ്മളെ പത്തിരി ഒന്ന് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നല്ല തീയിലാണ് പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ക്രിസ്പിയാവും ചെയ്യും, ഉൾഭാഗം അതേപോലെ തന്നെ കടക്കുകയും ചെയ്യും. അപ്പോൾ എന്താട്ടും ചൂടാറുമ്പോൾ ആ ക്രിസ്പിനെസ് ഒക്കെ പോകും. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ട് കാണാൻ നമുക്ക് പൊരിച്ച് കോരുന്നുണ്ടെങ്കിൽ ഉള്ളും പുറമൊക്കെ ഒരുപോലെ തന്നെ ക്രിസ്പി ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പത്തിരി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഫുള്ള് പത്തിരി നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുത്തിക്കണം. ഇപ്പം നമ്മളെല്ലാ പൊരിച്ച പത്തിരി റെഡി ആക്കണം. ഇപ്പം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പൊരിച്ച പത്തിരി റെഡി ആക്കണം കേട്ടോ. ഇനി നമുക്ക് ഇറച്ചിൻ്റെ കറിൻ്റെ കൂടെയോ അതേപോലെ മീൻകറിൻ്റെ കൂടെ ഏത് കറിൻ്റെ കൂടെ ആണെങ്കിലും കൂട്ടി കഴിക്കുക. ഇനി വെറുതെ കഴിക്കാനും നമ്മളെ പത്തിരി നല്ല ടേസ്റ്റ് തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.